ഹിന്ദി സിനിമയിൽ കണ്ട ഒരു ഡയലോഗാണ് ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ ചിന്തിച്ചു. അത് ഇങ്ങനെയും അത് പറയാലോ. അതുകൊണ്ടാണ് ഒരു സെൻറ്റൻസ്, ആദ്യത്തെ സെൻറ്റൻസ് മാത്രം ഞാനൊന്ന് പറയുന്നത്. അതായത് നോക്കൂ, ശ്രദ്ധിക്കൂ. പാസ്വേഡ് ദൊബാര ടൈപ്പ് കരേ അല്ലെ ടൈപ്പ് കറോ. അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് ഒന്നും കൂടി ടൈപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദൊബാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന റീടൈപ്പ്, അല്ലെങ്കിൽ അതായത് വീണ്ടും, ഒന്നുകൂടി, വീണ്ടും, അതായത് ഭാവിയിലേക്കുള്ളത് എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൊബാര, ഒരിക്കൽ കൂടി, വീണ്ടും ടൈപ്പ് ചെയ്യൂ എന്നുള്ളതാണ്. ദൊബാര ടൈപ്പ് കറോ അല്ലെ ദൊബാര ടൈപ്പ് കറേ, അങ്ങനെയൊക്കെ പറയും. ദൊബാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും. അതേ അർത്ഥം തന്നെ ഹിന്ദി സിനിമയിൽ ഒരു ഡയലോഗ് കണ്ടിട്ടുണ്ട്. ഇത് ഐന്ദ എന്നുള്ള, ഐന്ദ, ഐദ കവി മത് ആന ഐദർ, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പറയും. അപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം. ഓർ ഐന്ദ ഇതർ ആനേക്ക് കോശിഷ് മത് കറോ, ഓർ ഐന്ദ ഇതർ ആനേക്ക് കോശിഷ് മത് കറോ. അതായത് ഐന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നത് ചെയ്യരുത്, ഇത് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കരുത്. അതായത് നമുക്കൊരു ഉദാഹരണ സഹിതം പറയാം. നമുക്കൊരു നമ്മളെ ചെറിയ മോനെയും കൊണ്ട് വേറെ ഒരാളടുത്ത് പോയതാണ്, നമ്മളെ ഇക്കാക്കാൻ്റെ അടുത്തേക്ക് പോയതാണ്. എന്തെങ്കിലും ഒന്ന് പൊരുത്തം കൊടുക്കാനും ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അയാൾ പെട്ടെന്ന് ചൂടായി. അയാൾ പറയാണ്, വിട്ട വണ്ടി വിടുന്ന്. ഒരു ഉദാഹരണം ഉണ്ടാക്കാന്നേ മോനെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. വിട്ട വണ്ടി വിടുന്ന്. ഐന്ദ ഓർ ഐന്ദ ഇതർ ആനേക്ക് കോശിഷ് മത് കറോ. കോശിഷ് കറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശ്രമിക്കുക. കോശിഷ് കറോ, ട്രൈ ചെയ്യ്. കോശിഷ് കറോ എന്ന് കേട്ടിട്ടില്ലേ? കോശിഷ് കറോ, ട്രൈ ചെയ്യ്. കോശിഷ് മത് കറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചെയ്യരുത്. കോശിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ, ശ്രമിക്കുക. കോശിഷ് മത് കറോ, ഇങ്ങോട്ട് വരാൻ ശ്രമിക്കരുത് എന്നാണ്. മത് കറോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കരുത് എന്നാണല്ലോ. കോശിഷ് മത് കറോ, ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. ഇതർ ആനേക്ക്, ഇതർ ഇവിടെ, ആനേക്ക് വരാന്, വരാന്, ഇതർ ആനേക്ക് കോശിഷ് മത് കറോ, ശ്രമിക്കരുത് എന്ന് പറയുന്നത്. ഐന്ദ വീണ്ടും. ഐന്ദ എന്ന് പറയുന്ന ഒരു വാക്ക് ഹിന്ദിയിൽ, സിനിമയിൽ ഹിന്ദിക്കാർ പറഞ്ഞ ഒരു ഡയലോഗാണ്, മുംബൈക്കാർ. അപ്പോൾ അത് നമ്മൾ ഒപ്പിയെടുത്തായിരുന്നു. ഐന്ദ ഓർ ഐന്ദ വീണ്ടും, അതായത് ഇൻകമിങ്, വീണ്ടും ഭാവിയിൽ ഇങ്ങോട്ട് വന്നു പോകരുത്, വരാൻ ശ്രമിക്കരുത്. പറഞ്ഞാൽ മനസ്സിലായോ? പോയിക്കൊള്ളണം പെടുന്നത്, എനിക്ക് പൊരുത്തവും ഒന്നും തരുന്നില്ല, പൊടി വണ്ടി വിട്ടോ. നരവൻ പറയാണ്, വിഷമിച്ചോണ്ട് പറയാണ്, ഞാൻ എൻ്റെ ഒരു ഇക്കാക്കാന്നുള്ള നിലക്കാണ് എൻ്റെ മോനെയും കൊണ്ട് വന്നത്, നിങ്ങളുടെ അടുത്തൊരു പൊരുത്തം കിട്ടാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ എന്നെ പറഞ്ഞയച്ച്, കൊയ് ബാത്ത് നെയ്. അടാ, നിങ്ങൾ എന്നെ പറഞ്ഞേച്ച്, ആട്ടി പറഞ്ഞയച്ച്, കൊയ് ബാത്ത് നെയ്, അതിൽ പ്രശ്നമില്ല, അതിൽ കുഴപ്പമില്ല. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? കൊയ് ബാത്ത് നെയ്, ഒരു പുതിയ വാക്ക്, സെന്റൻസ് വന്നില്ലേ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്നെ ചവിട്ടി പുറത്താക്കി, അതിൻ്റെ ഒന്നും ഹിന്ദി ഇപ്പം പറയുന്നില്ല. പക്ഷേങ്കിൽ അതിന് ശേഷം അങ്ങനെയുള്ള കുറേ ഡയലോഗ് പറഞ്ഞതിന് ശേഷം പറയുന്നില്ല നമ്മൾ പല സന്ദർഭങ്ങളിലായിട്ട്. കുഴപ്പമില്ലടാ, പ്രശ്നമില്ല, ഞാൻ പോയിക്കോളാം, പ്രശ്നമില്ലടാ, കുഴപ്പമില്ലടാ എന്ന് പറയുന്നതാണ് കൊയ് ബാത്ത് നെഹി. ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്നാണ്. ബാത്ത് നെഹി, കാര്യമില്ല. കൊയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയി, ഏതെങ്കിലും, എന്തെങ്കിലും എന്നുള്ളത്. കൊയ് ബാത്ത് നെയ്. അത് ഓരോരോ വാക്കെടുക്കുന്ന ചിലപ്പോൾ അർത്ഥങ്ങൾ സെറ്റാണെന്നില്ല. അപ്പോൾ കൊയ് ബാത്ത് നെയ്, ഒരു കുഴപ്പമില്ല, കൊയ് ബാത്ത് നെയ്ക്ക് മേ ചലൂക, ഞാൻ പോകാം. ലേക്കിൻ ജാനേസെ പെഹലെ, പോകുന്നതിന് മുമ്പായിട്ട്. ലേക്കിൻ, പക്ഷേ, ജാനേസെ പെഹലെ, ജാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക. ജാനേസെ പെഹലെ, അതിന് മുമ്പായിട്ട്, പോകുന്നതിന് മുമ്പായിട്ട്. നമ്മൾ പറഞ്ഞില്ല ജാവോ, പോകൂ. അപ്പം ഇവിടെ ജാനേസെ പെഹലെ, പോകുന്നതിന് മുമ്പായിട്ട്. ലേക്കിൻ ജാനേസെ പെഹലെ ഏക് ബാത് कहना चाहता हूँ, मेरे को एक बात कहना चाहता हूँ, ഒരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം, ഏക് ബാത് കഹനാ ചാത്താഹു. കഹന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക. ചാഹത്താഹു എന്ന് പറഞ്ഞാൽ മേ ചാഹത്താഹു, ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിന്? കഹനാ ചാഹത്താഹു, പറയാൻ ആഗ്രഹിക്കുന്നു. ലേക്കിൻ ജാനെ സെ പെഹലെ ഏക് ബാത് കഹനാ ചാഹത്താഹു, പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. ഏക് ബാത് കഹനാ ചാഹത്താഹു, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ഏക് ബാത് കഹനാ ചാഹത്താഹു. നിനക്കും ഇതുപോലത്തെ ഒരു ചെറിയ കുട്ടിയുണ്ട്, അവൻ വളർന്നു വന്നിട്ട് ഇതേപോലെ അയക്കുന്നത് നിനക്ക് കിട്ടുവാടാന്ന് പറയുന്ന ഓൻ പറയാണ്. നെയ് മേരെ സാത്ത് ऐसा कभी नहीं होगा, എൻ്റെ അടുത്ത് ഇതേപോലെ ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേരെ സാത്ത്, എൻ്റെ കൂടെ, എൻ്റെ അടുത്ത്, എൻ്റെ ഒപ്പം. മേരെ സാത്ത് ऐसा, അപ്രകാരം, കബി നഹി ഹോഗ,
കബി നെഹി ഹോഗ, ഒരിക്കലും. കബി നെഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ കബി നെഹി ഹോഗ, സംഭവിക്കുകയില്ല. അതായത് പറഞ്ഞതിൻ്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരിക്കലും ഇതുപോലെ സംഭവിക്കില്ലടാ. മേരെ സാത്ത് എൻ്റെ അടുത്ത് ഒരിക്കലും ഇതേപോലെ സംഭവിക്കില്ല. മേരെ സാത്ത് എസ കബി നെഹി ഹോഗ, ഇങ്ങനെ ഒരിക്കലും നടക്കൂല. നീ പറഞ്ഞ മാതിരി ഞാൻ്റെത് ബെസ്റ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല. മേരെ സാത്ത് എസ കബി നെഹി ഹോഗ, ഒരിക്കലും തന്നെ സംഭവിക്കുകയില്ല. കബി നെഹി ഹോഗ, സംഭവിക്കുകയില്ല. ഹോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും. നെഹി ഹോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുകയില്ല. മേരെ സാത്ത് നെഹി കബി നെഹി ഹോഗ, എസാ കബി നെഹി ഹോഗ. ഇങ്ങനെ ചലോ ദേഖ്തേ ഹേ, ചലോ ദേഖ്തേ ഹേ, എന്നാ കാണാം. ദേഖ്തേ ഹേ, എന്നാ ശരി കാണാം. അവൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. ചലോ ദേഖ്തേ ഹേ, ശരി പോവാ. ചലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലോ വാ പോവാ. ചലോ എന്ന് അങ്ങനെയുള്ള കേസിലൊക്കെ പറയണ്ട. എന്നാ പിന്നെ ഞാൻ പോവാണ്. ചലോ ദേഖ്തേ ഹേ, ചലോ ദേഖ്തേ ഹേ, എന്നാ കാണാം. അരേ ദേഖ്ന, നോക്കൂ, അതെന്നാണ് ദേഖ്തേ ഹേ എന്ന് പറയുന്നത്. അത് ചില സന്ദർഭങ്ങളിൽ ദേഖ്തേ വരും, ദേഖ്ന വരാം, ദേഖോ വരും, ദേഖിയേ എന്ന് വരും, പലതും വരും. ഒന്നും പ്രശ്നമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നാവിൻ തുപ്പത്തിങ്ങ് എത്തും. ചലോ ദേഖ്തേ ഹേ, എന്നാ കാണാം. ദേഖ്തേ ഹേ, ശരി കാണാം. ഓക്കെ, ഇന്നത്തെ ഹിന്ദി ക്ലാസ് മാക്സിമം ഒന്ന് പരിശ്രമിച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക. ഈ ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് കാണാം. ഓക്കെ, നന്ദി.